എങ്കിൽ കൂടിയും പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ എത്രയായാലും നമ്മൾ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്നവരാണ്. എന്താണ് എന്താണ് അതിൻ്റെ പിന്നിലെ കളി എന്നൊന്ന് ആലോചിക്കേണ്ടവരാണ് നമ്മൾ, ആലോചിക്കുന്നവരുമാണ് നമ്മൾ. എന്തായാലും നമ്മൾ പോയി പെടുന്നുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ തട്ടിപ്പാണെന്ന് തോന്നാത്ത രീതിയിൽ കൃത്യമായി പഞ്ചായത്ത് മുഖേനയൊക്കെ അവിടെ ആ നാട്ടിലെ വിശ്വസ്തമായ മുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവരിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഈ പാവങ്ങൾ പോലും ഈ അനന്തു തട്ടിപ്പോകാനാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. കൃത്യമായ പ്ലാനിംഗ് ആണ് അനന്തുവിൻ്റെ ഈ കോടികളുടെ തട്ടിപ്പിന് പിന്നിലുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ച ആ തട്ടിപ്പ് ശൃംഖല അനന്തു കൃഷ്ണൻ ഉണ്ടാക്കിയെടുത്തത്. അനന്തുവിന് എത്ര പ്രായം എന്നറിയാവും? 26-27 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ ആ പ്രായത്തിനിടയിൽ 1000 കോടിയുടെ തട്ടിപ്പൊക്കെ നടത്തണമെങ്കിൽ ആൾ കില്ലാടിയ. എങ്ങനെയാണ് ആ മോഡസ് ഓപ്പറാണ്ടി? കാണാം. ആസൂത്രിതമായ നീക്കങ്ങൾ, വിശ്വാസ്യത നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ, സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് ശൃംഖല. അമ്പരിപ്പിക്കുന്നതാണ് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിന്റെ കഥ. നാഷണൽ NGO കോൺഫെഡറേഷന്റെ കീഴിൽ സീഡ് എന്ന സൊസൈറ്റിയുടെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും രാസവളവും സോളാർ പാനലും വാഗ്ദാനം നൽകിയാണ് അനന്തു തട്ടിപ്പിനിറങ്ങിയത്. വിവിധ സംഘടനകളുടെ പിൻബലത്തോടെ ഏകദേശം 2 ലക്ഷത്തോളം പേരിൽ നിന്ന് പണം സമാഹരിച്ചു. സംസ്ഥാനത്ത് 75-ലധികം ബ്ലോക്കുകളിൽ സൊസൈറ്റി രൂപീകരിച്ച് അതിൽ ആളുകളെ അംഗങ്ങളാക്കി പണം വാങ്ങി. പ്രാദേശിക നേതാക്കളെയും സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരെയും സ്ത്രീകളെയും പ്രൊമോട്ടർമാരാക്കി. ഇവരിലൂടെ വിശ്വാസ്യത നേടിയെടുത്തു. 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടർ 60,000 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പ്രാദേശിക തലത്തിൽ വാർഡംഗത്തെയും മറ്റും സ്വാധീനിച്ച് സീഡ് സൊസൈറ്റി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. തട്ടിപ്പിൽ വീണവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ. വിശ്വാസ്യത സൂക്ഷിക്കാനായി കോഴിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമനികേതനിൽ തയ്യൽ ക്ലസ്റ്റർ തുടങ്ങി. കണ്ണൂർ പോലീസ് സഹകരണ സംഘവുമായി സഹകരിച്ച് സ്കൂൾ കിറ്റ് വിതരണവും നടത്തി. ആദ്യഘട്ടത്തിൽ കുറച്ചുപേർക്ക് സാധനങ്ങൾ നൽകി. പിന്നെ പണവുമില്ല, സാധനങ്ങളുമില്ല. കൊച്ചിയിൽ 3 ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്തു. ഇവിടെ 10ഓളം പേരുള്ള ടീമായാണ് സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ആദ്യ സൊസൈറ്റി രൂപീകരിച്ചു. രജിസ്ട്രേഷന് വേഗം പോരെന്ന് കണ്ട് 62 സീഡ് സൊസൈറ്റികളും രൂപീകരിച്ചു. പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ സൊസൈറ്റി അംഗത്വം ഉറപ്പാക്കി. ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇരുചക്ര വാഹനങ്ങൾ കൈമാറുന്നതിനും അതതു സ്ഥലങ്ങളിലെ നേതാക്കളെ സമീപിച്ചു. രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായി പ്രചരിപ്പിച്ചും അനന്തു കൃഷ്ണൻ വിശ്വാസ്യത നേടിയെടുത്തു. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വളരെ വളരെ വിശദമായ. ഞാൻ പറഞ്ഞ 27 വയസ്സിനിടയിൽ ഈ തട്ടിപ്പൊക്കെ മാത്രമല്ല, നേരത്തെ ഇടുക്കിയിൽ ഈ വിദ്വാൻ 10-20 വയസ്സുള്ള സമയത്തും മറ്റൊരു തട്ടിപ്പ് കേസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ കേട്ടുവരുന്നു. നേരത്തെ രാഹുൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വരി പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ വേറെ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അല്പസമയത്ത് നമുക്ക് പ്രേക്ഷകരോട് പറയാമെന്നാണ് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന സാധനം ഇപ്പോൾ തട്ടിപ്പ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തെടുത്തത് ഓൺ എ ഫൈൻ ഡേ രാവിലെ ഒന്ന് ചെയ്തതല്ല. കുറേ വർഷങ്ങളുടെ അധ്വാനം ആ തട്ടിപ്പ് ശൃംഖല രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ അനന്തു കൃഷ്ണനുണ്ട്. അതൊക്കെ പോലീസ് പുറത്തെ കൊണ്ടുവരും.